ഒരു സ്ത്രീക്കെതിരെയും പറഞ്ഞുകൂടാത്ത ആരോപണമാണ് പ്രതിഭയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് നടത്തിയത്. അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശമായിരുന്നു അത്. ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിയമ പോരാട്ടവുമായി മുന്നോട്ട് തന്നെയെന്ന് പ്രതിഭ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒട്ടും പിന്നോട്ടില്ല എന്നതാണ് പ്രതിഭ ആരോപിക്കുന്നത്. അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഭയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ സംഭവം വിശദമായി പരിശോധിച്ചതാണ്. കായംകുളം UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദ് ചാലശ്ശേരിയുടെ പരാമർശമാണ് വലിയ വിവാദമായി മാറിയത്. കായംകുളത്ത് നടന്ന കൺവെൻഷനിലായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദിന്റെ വ്യക്തി അധിക്ഷേപവും സ്ത്രീവിരുദ്ധ പരാമർശവും ഉണ്ടായത്. വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ വാക്ചാതുര്യം കൊണ്ടും ശരീര അഴകുകൊണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് പ്രതിഭ എന്നാണ് UDF മണ്ഡലം കൺവീനറും ലീഗ് നേതാവുമായ ഇർഷാദ് ചാലശ്ശേരി വിമർശിച്ചത്, അല്ലെങ്കിൽ അവിടെ ആ വിവാദ പരാമർശം നടത്തിയത്. നമുക്ക് ആ പരാമർശം ഒന്നുകൂടി ഒന്ന് കേൾക്കാം. അവർ പറഞ്ഞത് വ്യക്തി ജീവിതത്തിൽ വളരെ സംശുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ CPM-ന്റെ പ്രചരണമാണ് എന്ന് മാത്രമല്ല അപാര വ്യക്തിത്വമുള്ള ആളാണ്, പേഴ്സണാലിറ്റി ഉള്ള ആളാണ് എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആളുകളെ തേജോവധം ചെയ്യുന്ന സ്വഭാവമില്ലാത്തത് കൊണ്ട് തന്നെ അവരെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഒന്നും തന്നെ പറയാൻ അറിയില്ല. അവരാരാണ് എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സ്വന്തം ജീവിതം, അവരുടെ സ്വകാര്യ ജീവിതം, അവരുടെ കുടുംബ ജീവിതം, അതിൻ്റെ പശ്ചാത്തലമൊക്കെ അത്രമാത്രം ഉള്ള ഒരാളിനെ കുറിച്ച് പോലും നമ്മളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമാണ് വേദിയിൽ പ്രസംഗിക്കാറുള്ളത്. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അപ്പോൾ ഈ പരാമർശമാണ് വലിയ രീതിയിൽ വിവാദമായത്. ഈ പരാമർശം പിൻവലിച്ച് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഇർഷാദ് ഖേദം പ്രകടിപ്പിക്കുമ്പോൾ പോലും ആ തെറ്റ് ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നില്ല പ്രതികരണം വന്നത്. എങ്കിൽ പോലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് പ്രതിഭ പറയുന്നത്. ഇതൊരു തരത്തിലും ആവർത്തിക്കാൻ അനുവദിച്ചുകൂടാ, അതുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്നതാണ് പ്രതിഭ പറഞ്ഞിരുന്നത്. ആ പരാതിയിൽ എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. UDF നേതാവായിരുന്ന ഇർഷാദിനെതിരെയാണ് കായംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, നവമാധ്യമങ്ങൾ വഴി അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് IT നിയമപ്രകാരവും കേസ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു സ്ത്രീക്ക് നേരെയും അധിക്ഷേപ പരാമർശം നടത്തുന്നത് ഭൂഷണമല്ല. ആ ഒരു സന്ദേശം പൊതുസമൂഹത്തിന് വരണമെന്നും നിയമത്തിന്റെ വഴിക്കാണെന്നും പ്രതിഭ ഇതിൽ പ്രതികരിച്ചു. വ്യാപകമായി സൈബർ ആക്രമണം താൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രതിഭ പറയുന്നു. സൈബർ ഇടത്തിൽ വ്യക്തിഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിഹത്യ നടത്തുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ അധിക്ഷേപം തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിഭ പ്രതികരിച്ചു. ഇന്നലെ പാർട്ടി മണ്ഡലം കമ്മിറ്റി തന്നെയാണ് പത്രസമ്മേളനത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്. നയം അവർ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞു. സുമോട്ടോ ഒക്കെ തന്നെ ഇപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയില്ല. മറ്റൊന്ന് മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഇന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അതെല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിഷമത്തിൽ അവിടെ ആരെങ്കിലും അതിനെയൊന്നും അവിടെ എതിർത്ത് ആ സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്നുവെച്ചാൽ ഒരു മീറ്റിങ്ങാണ്, അവിടെ ഇരിക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടത് എന്ന് ആരും പറയാതെ പിന്നീട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല, അത് അവരുടെ ഐഡിയോളജിയുടെ ഭാഗമായി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരും വിലക്കിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ വലിയ അധിക്ഷേപമാണ് അവർക്ക് കേൾക്കേണ്ടി വന്നത്. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ, MLA ഒക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ കാര്യം പറയണ്ട. അപ്പോൾ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു പരാമർശം കേൾക്കുന്നു. അതിൽ നിയമ നടപടികളുമായി പോകുമ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കപ്പെടുകയാണ്. അതിനെതിരെയും നിയമ നടപടി എന്ന് പ്രതിഭ പറയുന്നു. ഇതൊരു മുന്നറിയിപ്പായി തന്നെ ഇതിനൊക്കെ നിൽക്കുന്നവർ കാണേണ്ടതാണ്. എന്തായാലും
തെരഞ്ഞെടുപ്പ് സമയമാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരം ഒരു ആരോപണം ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വലിയ പ്രചരണ വിഷയമായി തന്നെ മാറുകയാണ്, പ്രചരണ ആയുധമായി തന്നെ മാറുകയാണ്. LDF ആ രീതിയിൽ തന്നെ ഈ വിഷയം എല്ലാ വേദികളിലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ മാർച്ച് നടത്തി. വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയാണ്. പ്രതിഭയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങേയറ്റം തെറ്റാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് പ്രതികരിച്ചു. വ്യക്തിഹത്യ പാടില്ല, പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ അങ്ങനെ കാണുന്നത് തന്നെ മനോവൈകൃതമാണ് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ. നമ്മൾ എപ്പോഴും വ്യക്തികളുടെ അന്തസ്സ് പാലിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രദ്ധിക്കണം. കഴിയാവുന്നത്ര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ ഇവിടെ അങ്ങേയറ്റം തെറ്റായ സമീപനമാണ് ഇപ്പോൾ പരാമർശിച്ച കായംകുളത്തിൻ്റെ കാര്യത്തിൽ. അത് എല്ലാവരും ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് വേണുഗോപാലടക്കം ഇരിക്കുന്ന വേദിയിലാണ് ഈ പറയുന്ന അങ്ങേയറ്റം തെറ്റായ വിമർശനം ഉന്നയിച്ചു. ഒരു സഹോദരിക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്താൻ കഴിയുന്നത്? പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ഈ രീതിയിൽ അവമാനിക്കുന്ന നില സ്വീകരിക്കാം. അങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു മനോവൈകൃതമാണ്. അപ്പോൾ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിമർശനമാണ് ഉയർന്നത്. ഇത് എല്ലാവരും പാഠമായി എടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഇർഷാദിന്റേത് അധിക്ഷേപകരമായ പരാമർശം എന്ന് VD സതീശനും കുറ്റപ്പെടുത്തി. ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. അതേസമയം തന്നെ ഇതിൽ നടപടിയെടുത്തു, ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് UDF നേതാക്കൾ. രമ്യ ഹരിദാസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ ഉൾപ്പെടെ നിരവധി പേരെ CPM സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത് എന്നതാണ് VD സതീശൻ ആരോപിച്ചത്. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെ കുറിച്ചോ ഒരു വനിതയെ കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും എന്ന് പറഞ്ഞില്ല. ഒരാളും, എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് എനിക്ക്, ഒറ്റ ചോദ്യം. രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ A. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPM-കാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S. നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവര് വേട്ടയാടിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അപ്പോ ഞങ്ങൾ മാതൃകാപരമായ നടപടി എടുത്തു, പക്ഷേ അത് എടുക്കാത്തവരുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുക കൂടിയാണ് ഈ സന്ദർഭത്തിൽ VD സതീശൻ ചെയ്തിരിക്കുന്നത്. ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇർഷാദ് ചാലിശ്ശേരി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇർഷാദിന്റെ വിവാദ പരാമർശമുണ്ടായത് M. ലിജുവിന്റെ കൺവെൻഷനിലാണ്, തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ്. അപ്പോൾ കായംകുളത്ത് സ്ഥാനാർത്ഥിയായ UDFന്റെ സ്ഥാനാർത്ഥിയായ M. ലിജുവും ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ജനാധിപത്യത്തിനും സാമാന്യ മര്യാദയ്ക്കും വിരുദ്ധമായി UDF നേതാക്കളോ പ്രവർത്തകരോ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ അതിനൊരിക്കലും ന്യായീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിജുവും ഇതിൽ ഖേദപ്രകടനം നടത്തിയത്. ഇർഷാദിന്റെ പ്രതികരണത്തിൽ സമൂഹത്തോട് മുഴുവൻ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നതാണ് ലിജു ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. എന്തായാലും ഒരു ശക്തമായ സന്ദേശമായി തന്നെ ഇത് മാറണം. ഈ അപവാദ പ്രചരണം നടത്തിയ, ആ രീതിയിൽ വിദ്വേഷകരമായ
സ്ത്രീയെ മോശപ്പെടുത്തുന്ന തരത്തിൽ ബോധപൂർവം തന്നെ ഉപയോഗിച്ച വാക്കുകളാണ് അത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിൽ ശക്തമായ പ്രതികരണവും നടപടിയും ഉണ്ടായി. അത് ആത്മാർത്ഥമായിരിക്കണം. ഇനി ഒരാളും അത്തരം പ്രവർത്തികൾ ചെയ്യാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. ഈ മനോരോഗമുള്ളവരെ ഒറ്റപ്പെടുത്തുക എന്നതാണ് ചെയ്യേണ്ടത്. ശക്തമായ നിയമ നടപടിയും സ്വീകരിക്കണം. എന്തായാലും ഇപ്പോൾ ഇതിൽ കേസെടുത്തിരിക്കുകയാണ്. ആ നടപടികൾ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. കാരണം പൊതുരംഗത്തേക്ക് സ്ത്രീകൾ വരേണ്ടത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. അവരെ ആ രീതിയിൽ മുന്നോട്ട് വരുന്നവരെ ഈ രീതിയിൽ ആരോപണം ഉന്നയിക്കുക, സ്ത്രീ വിരുദ്ധമായ അവരെ പരാമർശിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. ഇതിൽ പ്രതിഭ സ്വീകരിച്ചിരിക്കുന്ന നടപടി, നിയമ നടപടി, മാപ്പ് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിക്കുന്നില്ല, നിയമ നടപടി സ്വീകരിക്കുമെന്നത് വളരെ ശക്തമായ നിലപാടാണ്. അതൊരു സന്ദേശം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.